സോ ഹായ് ഓൾ, വെൽക്കം ടു MS സൊല്യൂഷൻ. ഇനി എന്തിന് വേറെ സൊല്യൂഷൻ. ഞാൻ നിങ്ങൾ സ്വന്തം മനുസാറാണ് കേട്ടോ. നിങ്ങൾ എല്ലാവരും ചോദിച്ചൊരു ചോദ്യമാണ്, ഫിസിക്സിലെ പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഇക്വേഷൻസ് ഉണ്ടല്ലോ, ഈ ഇക്വേഷൻസ് ഒരൊറ്റ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നു. ഇന്ന് ലൈവിൽ നിങ്ങൾ ചോദിച്ചു. സോ നമ്മൾ ഇന്ന് ആ വീഡിയോയിലേക്ക് കിടക്കുന്നത്. ഞാൻ ആദ്യം ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് കിട്ടും. ഇത്ര ഉള്ളായിരുന്നോ ഫിസിക്സിലെ പ്രോബ്ലം സെഷൻ നിങ്ങൾ ആലോചിക്കും. ഉറപ്പാണ്. തുടങ്ങിയാലോ നമ്മള്. ഓക്കെ, ആദ്യ ചാപ്റ്ററിന്റെ പേരെന്താണ്? സൗണ്ട് വേവ്സ് അല്ലെങ്കിൽ ശബ്ദ തരംഗങ്ങൾ. ഈ ചാപ്റ്ററിൽ നമുക്ക് എന്തൊക്കെ പഠിക്കാനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറെ ഉണ്ടെങ്കിലും പ്രോബ്ലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് എന്തൊക്കെ ഉണ്ട്? ക്യാരക്ടറിസം ഓഫ് വേവ് ഇല്ലേ, അതായത് തരംഗ സവിശേഷതകൾ. അത് നമ്മൾ ആദ്യം പഠിക്കുന്നത് ഫ്രീക്വൻസി ആണ്. ഫ്രീക്വൻസി ഇക്വേഷൻ പഠിച്ചു വെക്കണം. ഏതാണ്? N/T ആണ് പഠിച്ചു വെക്കുക. ഒരു ഇക്വേഷൻ കൂടെ ഉണ്ട്, പരിചയപ്പെടുത്താം. അതേപോലെ പീരിയഡ്, ഇതിന്റെ ഇക്വേഷൻ T/N ആണ്. ഇനിയാണ് നെക്സ്റ്റ് ഇക്വേഷൻ ഞാൻ പറയാൻ പോകുന്നത്. ഏതാണ് ഇക്വേഷൻ? ഓർ ഏതെടുത്താൽ മതി? 1 ടൈം പീരീഡ് എടുത്താൽ മതി. ഓക്കെ, അപ്പൊ ഇവിടെ ആര് വരും? 1 ഫ്രീക്വൻസി വരും. ക്ലിയർ അല്ലേ? സോ ഈ ഇക്വേഷൻ ഒന്ന് ഓർത്ത് വെക്കുക, ഇമ്പോർട്ടന്റ് ആണ്. ഇനി സ്പീഡ്, വേഗത, അതായത് ഒരു ശബ്ദ തരംഗത്തിന്റെ വേഗത ചോദിക്കുമ്പോൾ നമുക്കവിടെ രണ്ട് ഇക്വേഷൻ ഉണ്ട്. ഒന്നാമത്തെ ഇക്വേഷൻ V = F ലാംഡയാണ്. ലാംഡ എന്താ അറിയാലോ? വേവ് ലെങ്ത് ആണ്, തരംഗ ദൈർഘ്യമാണ്. അതേപോലെ രണ്ടാമത്തെ ഒരു ഇക്വേഷൻ കൂടെ ഉണ്ട്, V = D/T കൂടെ വരും. എപ്പോഴാണ് D/T വരും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇക്വേഷനിൽ വേവ് ഇങ്ങനെ തന്നതിന് ശേഷം ഇവിടെ ഡിസ്റ്റൻസ് എന്ത് തരും? ഇങ്ങനെയല്ലേ ഉണ്ടാവുക. വേവിന്റെ ആ ഒരു സെഷൻ നിങ്ങൾ കാണുന്ന സമയത്ത് ഇതേപോലെയല്ലേ ഉണ്ടാവുക. എന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് ഡിസ്റ്റൻസ് ആണ് തരുന്നത് എങ്കിൽ ഏതെടുക്കണം? ഈ ഇക്വേഷൻ എടുക്കണം. ക്ലിയർ ആണല്ലോ? സോ അത് മനസ്സിലാക്കി വെക്കുക, രണ്ട് ഇക്വേഷൻ ഓർത്ത് വെക്കുക, ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഈ ചാപ്റ്ററിൽ നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ള എന്താണ്? എക്കോ. എക്കോക്ക് രണ്ട് ഇക്വേഷൻസ് ഉണ്ട്. പ്രധാനപ്പെട്ട ഇക്വേഷൻ ഇത് തന്നെയാണ്. 2D = VT ആയതുകൊണ്ട് D = VT/2 എന്ന ഇക്വേഷൻ ഉണ്ട്. ഇതെപ്പോഴാണ്? എക്കോക്കാണ്. അതേപോലെ ഒരു കാര്യം വരുന്നുണ്ട്, ചില സിറ്റുവേഷൻസിൽ D = VT മാത്രം വെച്ച് ചെയ്താൽ മതിയാവും. കാരണം എക്കോ അല്ല എങ്കിൽ അത് വരും. ഇന്നത്തെ ലൈവിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മറന്നു പോകണ്ട കേട്ടോ. ഇനി നമ്മൾ രണ്ടാം ചാപ്റ്ററിലേക്ക് കടക്കാണ്, ലെൻസസ് അല്ലെങ്കിൽ ലെൻസുകൾ. അപ്പൊ നിങ്ങൾ ആലോചിക്കും, ഒന്നിലതോ ഉള്ളൂ. ലെൻസിൽ നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് ലെൻസ് ഫോർമുലയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഇക്വേഷൻ ആണ് അല്ലേ? 1/F = 1/V - 1/U ആണ് ഒന്നാമത്തെ ഇക്വേഷൻ. ഇവിടെ നമുക്ക് എന്തുണ്ടാക്കാൻ സാധിക്കും? നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്തിടേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. രണ്ടാമത്തെ ആൾ ആദ്യം എഴുതുക. അപ്പം UV/U - V എന്ന് കിട്ടും. എന്ത്? F. സോ F = UV/U - V പഠിച്ചു വെക്കുക, ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഇവിടുന്ന് നമ്മൾ വിന്റെ വാല്യൂ കാണാൻ വേണ്ടി ഇവരെ എങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി. അതായത് നമ്മുടെ -1/U ഇങ്ങോട്ട് മാറുമ്പോൾ +1/U ആയിട്ട് മാറും. അപ്പൊ ഇക്വേഷൻ എന്താ കിട്ടുക? 1/V = 1/F + 1/U എന്നാണ് കിട്ടുക. ശരിയല്ലേ? ഇനി V = UF/U + F ഓർത്ത് വെക്കുക, പഠിച്ചു വെക്കുക, ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ നമ്മൾ ആര് ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പോകുന്നു? 1/U ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പോകുന്നു. അപ്പൊ നമ്മൾ ഇവനെ ഇങ്ങോട്ട് നീക്കിയാല് ഈ +1/F ഇങ്ങോട്ട് വന്നതായിട്ട് മാറും, -1/F ആയിട്ട് മാറും. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? നമുക്ക് കിട്ടും 1/U = 1/V - 1/F. അപ്പൊ ഇക്വേഷൻ എന്താ കിട്ടുക? U = രണ്ടാമത്തെ ആൾ ആദ്യം എഴുതണം. അതാണ് F × V രണ്ടാമത്തെ ആള് മൈനസ് ആദ്യത്തെ ആള്. ഈ മൈനസ് ആണ് അങ്ങോട്ട് പോയത്, മനസ്സിലാക്കി വെക്കുക. സോ ഈ മൂന്ന് ഇക്വേഷൻസും വളരെ ഇമ്പോർട്ടന്റ് ആണ്, കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഇനി ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഇനി മാഗ്നിഫിക്കേഷൻ ഇക്വേഷൻ രണ്ടെണ്ണം ഉണ്ട്. പ്രധാനമായി നമ്മൾ പഠിക്കേണ്ടത് M = V/U ആണ് പഠിക്കേണ്ടത്. എന്താ V എന്ന് പറഞ്ഞാല്? പ്രതിബിംബത്തിലേക്കുള്ള അകലം അല്ലേ? ഒബ്ജക്ട് ഡിസ്റ്റൻസ്, ഇമേജ് ഡിസ്റ്റൻസ് ആണ്. U എന്താണ്? വസ്തുവിലേക്കുള്ള അകലം, ഇമേജ് ഡിസ്റ്റൻസ്. ഇനി ഒന്നുകൂടി ഉണ്ട്, M = എന്ത് വരുന്നു? HI/HO കൂടി വരും. ഏതാ വരിക? HI/HO. M = HI/HO കൂടി വരും. ഇവിടെ നിങ്ങളോട് HI കാണാൻ ചോദിക്കും. അപ്പൊ HO ഇങ്ങോട്ട് കൊണ്ടുപോയാൽ മതി. അപ്പൊ എന്താ കിട്ടുക? നമുക്ക് MHO എന്നുള്ള ഇക്വേഷൻ കൂടി കിട്ടും. ഇതൊന്ന് ഓർത്ത് വെക്കുക, ഇമ്പോർട്ടന്റ് ആണെന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ടേബിളിലൂടെ ഇളകി, കുഴപ്പമില്ല. സെറ്റ് അല്ലേ? ക്ലിയർ. ഇനി നമുക്ക് നെക്സ്റ്റിലേക്ക് കടക്കാം. പവർ ഓഫ് എ ലെൻസിന്റെ ഒരു ചോദ്യം ഉണ്ട്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക,
നമുക്ക് സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റും. യൂണിറ്റ് ഡയോപ്റ്റർ എല്ലാവർക്കും അറിയാലോ. പവറിന്റെ ഇക്വേഷൻ പവർ ഈസ് ഈക്വൽ ടു 1/f ആണ്. ഇങ്ങനെ മാത്രം ചെയ്തു പോകരുത്. 1/f ഇൻ മീറ്റർ എന്നാണ് ചെയ്യേണ്ടത്. സെന്റിമീറ്ററിൽ തരുന്ന വാല്യൂവിനെ മീറ്ററിലേക്ക് മാറ്റി വേണം ചെയ്യാൻ. ഇപ്പൊ 1/40 സെന്റിമീറ്റർ ആണെങ്കിൽ അതിൽ 100/40 എന്ന് എഴുതിയാൽ അത് മീറ്ററിലേക്ക് മാറും. ക്ലിയർ ആണ്? പഠിച്ചു വെക്കണം, ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ ഇവിടെ ഫോക്കൽ ലെങ്ത് കാണാൻ ചോദിക്കാറുണ്ട്. അപ്പൊ എന്താണ്? പവർ എന്ന് പറഞ്ഞാൽ 1/f ആണെങ്കിൽ എഫ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 1/p ആയിരിക്കും. ക്ലിയർ ആണല്ലോ? അതും നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. സോ നെക്സ്റ്റ് ഇക്വേഷൻ അല്ലെങ്കിൽ ഇത്രേ ഉള്ളൂ ഈ ചാപ്റ്റർ, അതേ ഉള്ളൂ. ഇനി ഈ ഒരു ചാപ്റ്റർ കണ്ടോ, ദ വേൾഡ് ഓഫ് കളർ ആൻഡ് വിഷൻ. ഇവിടെ ഇക്വേഷനേ അല്ല, പ്രോബ്ലമേ ഇല്ല. ആലോചിച്ച് നോക്ക്, എത്ര 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 രസകരമായിട്ടുണ്ട് അല്ലേ? സോ ഇവിടെ ഇക്വേഷൻസ് ഇല്ല, പ്രോബ്ലം ഇല്ല. ഇനി അടുത്ത ചാപ്റ്റർ ഏതാണ്? അടുത്ത ചാപ്റ്റർ മാഗ്നറ്റിക് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറന്റ്. പ്രിയമുള്ളവരെ, ഈ ചാപ്റ്ററിൽ എന്തില്ല? പ്രോബ്ലംസ് ഇല്ല. സന്തോഷമായില്ലേ? ഇനി ഇലക്ട്രിക് എനർജി കൺസപ്ഷൻ ആൻഡ് കൺസർവേഷൻ, അതായത് വൈദ്യുതിയുടെ ഉപഭോഗവും സംരക്ഷണവും ഈ ചാപ്റ്ററിൽ എന്താണുള്ളത് നമുക്ക് നോക്കാം. ഈ ചാപ്റ്ററിൽ നമുക്ക് ആദ്യം തന്നെ പഠിക്കാനുള്ളത് റെസിസ്റ്റൻസിന്റെയും റെസിസ്റ്റിവിറ്റിന്റെ ഇക്വേഷൻ ആണ്. ഇവിടെ പഠിച്ചു വെക്കണം ആർ ഈസ് ഈക്വൽ ടു റോ അല്ലെ, റോ L/A. ഈ ഒരു ഇക്വേഷൻ എല്ലാവരും പഠിച്ചു വെക്കുക. ഇതാണ് റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ. റെസിസ്റ്റിവിറ്റി അപ്പോൾ എന്താ വരിക? ഈ റോ കാണാൻ വേണ്ടി എപ്പോഴെങ്കിലുമൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോ റോ ഈസ് ഈക്വൽ ടു AR/L. ഈ രണ്ട് ഇക്വേഷൻ ഓർത്ത് വെക്കുക. യൂണിറ്റ് ഓർത്ത് വെച്ചോ. ആറിന്റെ യൂണിറ്റ് ഓം ആണ്, റെസിസ്റ്റിവിറ്റിന്റെ യൂണിറ്റ് ഓം മീറ്റർ ആണ്. ഓർത്ത് വെക്കുക കേട്ടോ. ക്ലിയർ ആണ്? നെക്സ്റ്റ് അടുത്തത് ഓം നിയമത്തിന്റെ ഇക്വേഷൻ ഒന്ന് പഠിച്ചു വെക്കണം. ഏതായിരുന്നു ഓം നിയമം? V is equal to IR ആണ് ഓം നിയമം. I is equal to V/R എന്നും R is equal to V/I എന്നും കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ 8ാം ക്ലാസ് തൊട്ട് പഠിച്ചിരുന്ന കാര്യമാണ് കേട്ടോ. ഞാൻ ഒന്ന് ഉറപ്പിച്ചു മാത്രമേ ഉള്ളൂ. ഇത് പഠിച്ചിട്ട് നമ്മൾ എന്തുണ്ടാക്കുന്നത്? ജൂൾസ് ലോ പഠിക്കുന്നത് അല്ലെ. ജൂൾസ് ലോന്റെ മെയിൻ ആയിട്ട് 3 ഇക്വേഷൻ ആണ്. ഏതൊക്കെയാണ്? H is equal to I²RT. ഓർമ്മയുണ്ടായിരിക്കല്ലോ. പിന്നെ ഏതാണ്? H is equal to V²T/R. അടുത്തേതാണ്? H is equal to VIT. ഇങ്ങനെ 3 ഇക്വേഷൻ കൂടി പഠിക്കണം. ഈ ഒരു ചാപ്റ്ററിൽ ഈ ഒരു ഇക്വേഷൻ കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാനുള്ള പവറിന്റെ ഇക്വേഷൻസ് ആണ്. പവറിന്റെ ഇക്വേഷൻ ഒന്നും ചെയ്യാനില്ല. ഇപ്പൊ നമ്മൾ കണ്ട ഈ 3 ഇക്വേഷൻസ് ഇല്ലേ, ഇവിടുന്ന് T അങ്ങ് ഒഴിവാക്കിയാൽ എന്തായിട്ട് മാറി? പവറിന്റെ ഇക്വേഷൻ ആയിട്ട് മാറി. പവറിന് ആ ഇക്വേഷൻ മാത്രമല്ല ഉള്ളതെന്ന് ഓർമ്മിക്കുകയാണ്. ആദ്യം നമുക്ക് എന്ത് എഴുതാം? ഇക്വേഷൻ എഴുതാം. പവർ ഈസ് ഈക്വൽ ടു V into I ഉണ്ട്. പവർ ഈസ് ഈക്വൽ ടു I²R ഉണ്ട്. പവർ ഈസ് ഈക്വൽ ടു V²/R ഉണ്ട്. ഇങ്ങനെ 3 ഇക്വേഷന്റെ കൂടെ നിങ്ങൾ പഠിക്കേണ്ട 3 ഇക്വേഷൻ കൂടി ഉണ്ട്. പവർ ഈസ് ഈക്വൽ ടു W/T ഉണ്ട്. പവർ ഈസ് ഈക്വൽ ടു H/T ഉണ്ട്. പവർ ഈസ് ഈക്വൽ ടു E/T ഉണ്ട്. എനർജി ബൈ ടൈം ആണ്. എനർജി ബൈ ടൈം ഉണ്ട്. അതേപോലെ താപം ബൈ സമയമുണ്ട്, പ്രവൃത്തി ബൈ സമയമുണ്ട്. ഇതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇനി നമുക്ക് ഈ ചാപ്റ്റർ കഴിയാം. ഒന്നുകൂടി ഉണ്ട്, വൈദ്യുതോർജ്ജം കാണുന്ന ഇക്വേഷൻ. നമ്മൾ ഒരു 10 ഫാനും 20 പിന്നെ ബൾബൊക്കെയുള്ള ഇക്വേഷൻ അല്ലേ, ആ ഇക്വേഷൻ അതെന്താണ്? എനർജി ഇൻ കിലോ വാട്ട് അവർ ഈസ് ഈക്വൽ ടു എന്താ കിട്ടുക? ടോട്ടൽ പവർ അല്ലെ, ടോട്ടൽ പവർ, ആകെ പവർ. ഇതിനെന്താ ചെയ്യുക? അതിനെന്ത് ചെയ്യുന്നു? അതിനെന്താ ചെയ്യുക? സമയം കൊണ്ട് ടോട്ടൽ പവർ ഇൻറ്റു ഹവർ, ഹവർ അല്ലെ, ഹവർ ബൈ 1000. ഇതങ്ങ് ചെയ്താൽ എന്തായി? ഈ ഇക്വേഷനും ആയി. പിന്നെ ട്രാൻസ്ഫോമർ ഉണ്ടായിരിക്കുമല്ലോ. ട്രാൻസ്ഫോമർ അടുത്തലാണ് അല്ലെ. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഇൻ ഡെയിലി ലൈഫ്, വൈദ്യുത കാന്തിക പ്രേരണം നിത്യജീവിതത്തിലാണ് അടുത്ത സംഭവം വരുന്നത്. ഇവിടെ ആദ്യങ്ങൾ പഠിക്കുന്നത് തന്നെ ട്രാൻസ്ഫോമർ ആണ്. AC/DC ഇക്വേഷൻ ഒന്നുമില്ല. ട്രാൻസ്ഫോമറിന്റെ ഇക്വേഷൻസ് പഠിച്ചു വെക്കുക. അത് ഏതാണ്? VS/VP ഈസ് ഈക്വൽ ടു NS/NP. എല്ലാവർക്കും അറിയാലോ. ഇവരെല്ലാരും എന്താണ്? ഡയറക്റ്റ് പ്രപ്പോർഷൻ. നമ്പർ ഓഫ് ടേൺസ് കൂടുമ്പം വോൾട്ടേജ് കൂടും, ചുറ്റു കൂടുമ്പം വോൾട്ടേജും കൂടുന്നു അല്ലേ? അതാണ് നേരെ വരുന്നത്. പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വോൾട്ടേജ് കൂടിയ കറന്റ് എന്താകും? കുറയുക ചെയ്യുക. അപ്പോ ഐന്റെ കാര്യം പറയുമ്പോൾ മോൾ ആരാ? IP ആണ്. താഴെയാണ് ആരുള്ളത്? IS ഉള്ളതെന്ന് മനസ്സിലാക്കി വെക്കുക. ഇതും കൃത്യമായിട്ട് പഠിക്കുക. ഈ 3 ഇക്വേഷനിൽ ചിലപ്പോൾ വോൾട്ടേജും കറണ്ട് തരും. എന്നിട്ട് ഏതൊന്ന് കാണാൻ ചോദിക്കും. അല്ലെങ്കിൽ ട്രാൻസ്ഫോമറിന്റെ പിന്നെ നമ്പർ ഓഫ് ടേൺസും കണ്ടു തരും. അങ്ങനെ തരും. എന്ത് വന്നാലും നിങ്ങൾ ഇങ്ങനെ ക്രോസ് ചെയ്തിടാ വേണ്ടത് കേട്ടോ. ഇങ്ങനെ ക്രോസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക കാര്യം. ഇനി ഇങ്ങനെയാണെന്നുണ്ടെങ്കിലോ ജസ്റ്റ് VS into IS into VP into IP ആ രീതിയിലാണ് ചെയ്യേണ്ടത്. സിമ്പിൾ ഇക്വേഷൻസ് ആണ്, കൂടുതൽ ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതേപോലെ ക്രോസ് ചെയ്തിട്ടാൽ മതി. ഓക്കെ, ദെൻ നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇക്വേഷൻ ഉള്ള ചാപ്റ്റർ ആണ്. പക്ഷേ എല്ലാ ഇക്വേഷനും സെയിം ആണ്.
ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. സോ ഇവിടെ ആദ്യം നമ്മൾ ഇക്വേഷൻ പഠിക്കുന്നത് എന്താണ്? യാന്ത്രിക ലാഭമാണ് എല്ലാത്തിന്റെയും വരുന്നത്. ഇതിൽ ആദ്യം പഠിക്കുന്നത് സിമ്പിൾ മെഷീൻസിന്റെ ആണ്. സിമ്പിൾ മെഷീൻസ് എല്ലാവർക്കും അറിയാം എന്താണ്? രോധം ബൈ യജ്ഞം, L/E ആണ് വരിക, L/E ആണ് വരിക, രോധം ബൈ യജ്ഞാണ് വരിക. സോ അത് കൃത്യമായിട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത് പഠിക്കാം, വളരെ സിമ്പിൾ ആണ്. ഇനി അതേപോലെ ലിവറിലേക്ക് മാറുമ്പോൾ ചെറിയൊരു മാറ്റം വരും. എന്താ വരിക? അവിടെ ഒറ്റ കാര്യം വരും, യജ്ഞഭുജാണ് മുകളിൽ വരുന്നത് അല്ലെ. യജ്ഞഭുജം ബൈ രോധഭുജം, യജ്ഞഭുജം ബൈ രോധഭുജം അറിയാലോ. അതായത് LA ബൈ EA. ക്ലിയർ അല്ലേ? സോ ആ സംഭവം അങ്ങോട്ട് പഠിച്ചു വെക്കുക. അത് വളരെ സിമ്പിൾ ആണ്. സോ ഈ കാര്യങ്ങൾ വളരെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. സോ ഇതൊന്ന് ഓർത്ത് വെച്ചാൽ മതി. അത് പ്രോബ്ലം വരുമ്പോൾ നിങ്ങൾക്ക് ആക്സിസുകൾ രണ്ട് സൈഡിലേക്കുള്ള ആ ഒരു വിഡ്ത്ത് നോക്കിയിട്ട് ചെയ്താൽ മതി, കറക്റ്റ് ആയിട്ട് കിട്ടും. ഇതൊക്കെ നമ്മൾ യാന്ത്രിക ലാഭ കാണുന്നത് മനസ്സിലാക്കി വെക്കുക. ഇനി പുള്ളിയായാലും സെയിം തന്നെയാണ്, ഇതേ ഇക്വേഷൻ തന്നെയാണ് ഇവിടെ വരുന്നത്, പുള്ളിയിലും വരുന്നത്. അവിടെയും ഈ ഡിസ്റ്റൻസ് നമ്മൾ എടുക്കും. ഓർമ്മല്ലേ? അവിടെ നമ്മൾ റേഡിയസ് ഓഫ് ദ പുള്ളി എടുത്തു അല്ലെ. അതേപോലെ ചെറിയ പുള്ളിന്റെ റേഡിയസ്, വലിയ പുള്ളിന്റെ റേഡിയസ് എല്ലാം എടുത്തതിന് ശേഷം നമ്മൾ അതെന്ത് ചെയ്തു? വ്യാസവും അതേപോലെ റേഡിയസ് എടുത്ത് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. സെയിം ഇക്വേഷൻ പുള്ളിയിലും വരിക എന്ന് മനസ്സിലാക്കി വെക്കുക. ഇനിയാണ് നമ്മൾ വീൽ ആൻഡ് ആക്സിൽ വരുന്നത്. ഇവിടെ വീൽ ആൻഡ് ആക്സിൽ ആവുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം എക്സ്ട്രാ വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല് വീലിന്റെയും ആക്സിലിന്റെയും ചക്രത്തിന്റെയും അച്ചിന്റെയും റേഡിയസ് വരും. സോ അച്ചിന്റെ റേഡിയസ്, അതായത് ആക്സിലിന്റെ റേഡിയസ് സ്മോൾ ആറും, അതേ സമയത്ത് വീല് ചക്രത്തിന്റെ ആക്സിൽ എന്താണ്? ക്യാപിറ്റൽ ആർ എന്ന് വരും. അപ്പൊ നമുക്കിവിടെ മെക്കാനിക്കൽ ഹെഡിന് നമുക്ക് ക്യാപിറ്റൽ ആർ ബൈ സ്മോൾ ആർ ആണ് വരിക. ഇത് നമ്മൾ എന്തിലേക്ക് കണക്ട് ചെയ്യും? ലോഡും എഫേർട്ടും ആയിട്ട് കണക്ട് ചെയ്യും. അപ്പൊ അവിടെ നമുക്ക് കിട്ടുക, നമ്മളിത് പഠിച്ചിട്ടുണ്ട്, ഇവിടെ മറ്റൊരു ഇക്വേഷൻ കൂടി ഉണ്ട്. എന്താണ്? യാന്ത്രിക ലാഭം എന്ന് പറഞ്ഞാല് L/E ആണ് അല്ലെ. സോ L/E ഈസ് ഈക്വൽ ടു R/R വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഇത് ചെയ്യാറുള്ളത് ഇവിടെ നമ്മൾ ക്രോസ് ചെയ്യുക. ഇവിടെ ഭൂരിപക്ഷവും ചോദിച്ചു കാണുന്നത് എഫേർട്ട് കാണാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പൊ നമ്മൾ എന്താ ചെയ്തെടുക്കുക? ഇതിങ്ങനെ ക്രോസ് ചെയ്തിട്ടുമ്പം L ഇൻറ്റു R ഈസ് ഈക്വൽ ടു R ഇൻറ്റു E എന്നാണ് വരിക. ഇവിടെ നീ കാണാൻ വേണ്ടി ആറിന് അങ്ങോട്ട് കൊണ്ടുപോയാൽ മതി അല്ലെ. അപ്പൊ എന്താ കിട്ടുക നമുക്ക്? E ഈസ് ഈക്വൽ ടു LR ബൈ ക്യാപിറ്റൽ ആർ എന്നാണ് കിട്ടുക. നമ്മൾ കണ്ട എല്ലാ പ്രോബ്ലത്തിലും എന്താ സംഭവിച്ചത്? ഇതേപോലെ എഫേർട്ട് അല്ലെങ്കിൽ യജ്ഞം അല്ലെങ്കിൽ ബലം കാണാനാണ് ചോദിച്ചിട്ടുണ്ടാവുക. ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഉണ്ട്. നിങ്ങൾക്ക് കിലോഗ്രാമിലാണ് വസ്തുവിനെ തരുന്നെങ്കിൽ എന്ത് ചെയ്യണം? ആ കിലോഗ്രാമിൽ എന്തിലേക്ക് മാറ്റണം? കിലോഗ്രാം വെയിറ്റ് അല്ലെങ്കിൽ ന്യൂട്ടണിലേക്ക് മാറ്റണം. അതിനെന്താ ചെയ്യുക? ഇൻറ്റു ഗ്രാവിറ്റി. ഗ്രാവിറ്റിയെ ബാധി ചിലപ്പോൾ നിങ്ങൾക്ക് തരും. അത് ഒന്നെങ്കിൽ 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയിരിക്കും, അല്ലെങ്കിൽ 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയിരിക്കും. ഇതുകൊണ്ട് എന്ത് ചെയ്യുക? അന്ന് മൾട്ടിപ്ലൈ ഇട്ടാൽ മതി. മറന്നു പോകരുത്. ന്യൂട്ടണിലാണെങ്കിൽ ലോഡ് എപ്പോഴും എന്തിനാ വരണം? ലോഡ് എപ്പോഴും ന്യൂട്ടണിൽ വരണം. ന്യൂട്ടണിലല്ല എങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഇട്ടേക്കുക. വേറൊന്നും നിങ്ങൾ ആലോചിക്കേണ്ട കാര്യമല്ല കേട്ടോ. ഓക്കെ. ഇനി എന്താണ് അടുത്തത്? ചെരിവ് തലം. ഇൻക്ലൈൻഡ് പ്ലെയിനിനെ പറ്റി നമ്മൾ സംസാരിക്കും. ഇങ്ങനെ ഇൻക്ലൈൻഡ് പ്ലെയിൻ ഉണ്ടാവുക. ഇൻക്ലൈൻഡ് പ്ലെയിനിൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഇതാണ് നമ്മുടെ ലെങ്ത്, ഇതാണ് നമ്മുടെ ഹൈറ്റ്. ഈ രണ്ട് കാര്യങ്ങൾ ഇവിടെ അപ്ലൈ ചെയ്യപ്പെടേണ്ടതുണ്ട്. സോ ഇവിടെയും നമുക്ക് ഒരു രോധം അല്ലെങ്കിൽ ഒരു ലോഡാണ് മുകളിലേക്ക് കയറ്റാണ്ടാവുക. അതിലെടുക്കുന്ന എഫേർട്ട് ഒക്കെയാണ് നമുക്ക് ചോദിക്കുക. ഇവിടെ സെയിം ആണ്. L/E ഈസ് ഈക്വൽ ടു എന്താ വരിക? സ്മോൾ L/H ആണ് ഇവിടെ. ഇവിടെയും നമ്മൾ ക്രോസ് ഇടുക ചെയ്യുക. അങ്ങനെ ക്രോസ് ഇട്ടിട്ടാണ് എന്തെടുക്കുന്നത്? നമ്മൾ എഫേർട്ട് ആണ് കാണുന്നത്. E ഇൻറ്റു L ഈസ് ഈക്വൽ ടു L ഇൻറ്റു H എന്ന് വരും. അപ്പോ ഈ കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ എല്ലിനെ അങ്ങോട്ട് കൊണ്ടുപോവുക. അപ്പൊ L ഇൻറ്റു H ബൈ സ്മോളിൽ നിന്നുള്ള ഇക്വേഷൻ കിട്ടും. അപ്പൊ ഓർത്ത് വെക്കുക. ഈ കാര്യങ്ങൾ ഒന്നും ഓർത്ത് വെച്ചാൽ മതി. ഇതാ ഈ ചെറുവിതൽ ഇങ്ങനെയൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി ആപ്പിന്റെ കാര്യം നമ്മൾ അടുത്ത പറഞ്ഞ ആപ്പിന്റെ കേസ് സെയിം ആണ്. ആപ്പ് നമുക്ക് രണ്ട് സൈഡിലും ചെരിവുതലമുള്ള ആളായിട്ട് നമ്മൾ സങ്കല്പിക്കുന്നത്. അപ്പൊ ഈ ആപ്പിന്റെ ചെരിവുതലം ഇത് എല്ലാണെന്നും ഇതിന്റെ ഹൈറ്റ് H ആന്നൊക്കെ മനസ്സിലാക്കിയിട്ട് അങ്ങനെ തന്നെ നമ്മൾ പോവുക. ഇവിടെ സെയിം ഇക്വേഷൻ തന്നെയാണ്. L/E ഈസ് ഈക്വൽ ടു സ്മോൾ L/H ആണ്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, ഇൻക്ലിനേഷൻ ഓഫ് വെഡ്ജ്, അതായത് ചെരിവ് തലം. ഓക്കെ, ഇൻക്ലിനേഷൻ ബൈ എന്ത് കിട്ടുന്നു? ആപ്പിന്റെ കനം. ഈ കനമാണ് എന്ത്? ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എത്രമാത്രമാണ് ആപ്പിന്റെ, ഇതല്ലേ കനം.
ആ കനം എത്രയാണ്? ഹൈറ്റ് ഇവിടെയാണ് ഹൈറ്റ് വരിക. കനം എന്ന് പറഞ്ഞാൽ തിക്നെസ് അല്ലെ, അത് വരും. അങ്ങനെ അത് വെച്ചിട്ടാണ് നമ്മൾ അത് കണ്ടുപിടിക്കുക. ഇനി അവസാനത്ത് നമ്മുടെ ഈ ചാപ്റ്ററിൽ നമ്മുടെ ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് തന്നെ അവസാനത്തെ ഇക്വേഷൻ ആണ് ആ സ്ക്രൂ ജാക്കിന്റെ ഇക്വേഷൻ. സ്ക്രൂ ജാക്ക് ഇഷ്ടംപോലെ ചോദിച്ചിട്ടുണ്ട്. സ്ക്രൂ ജാക്കിന്റെ ആ സമയത്ത് ഈ വെഡ്ജില്ലേ, 2 പിരിയടകൾ അല്ലെ, വെഡ്ജ് 2 പിരികൾ തമ്മിൽ ലെങ്ത് ആണ്. പിച്ച് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം അല്ലെ, പിരിയട അല്ലെങ്കിൽ പിച്ച് എന്ന് മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് ജസ്റ്റ് നിങ്ങൾ എന്താ പഠിക്കേണ്ടത്, ഇവിടെ നിങ്ങൾ മെക്കാനിക്കൽ അഡ്വൻറ്റേജ് കാണാൻ വേണ്ടിയിട്ട് ലെങ്ത് ഓഫ് 1 പിച്ച്, ലെങ്ത് ഓഫ് 1 ത്രെഡ്, ലെങ്ത് L/P ആണ് പറയുക. ലെങ്ത് ഓഫ് 1 ത്രെഡ്, ഒരു ത്രെഡിന്റെ നീളം അല്ലെങ്കിൽ പിരിയുടെ നീളം ബൈ പിരിയട, ഇത് വെച്ച് നമ്മൾ ചെയ്യുക. പിച്ചാണ് ഈ സംഭവം. സോ ഇത്രയേ ഉള്ളൂ നമുക്ക് എന്ത് പഠിക്കാൻ, നമ്മുടെ ഈ ഹോൾ ചാപ്റ്ററിൽ ഇക്വേഷൻ പഠിക്കാൻ. അവസാനത്തെ ചാപ്റ്ററിലെ ഇക്വേഷൻസ് മാത്രമാണ് കുറച്ചൊരു കൺഫ്യൂസിങ് എലമെന്റ് വരിക. അവിടെ ഒരു കാര്യം കൃത്യമായിട്ട് ഓർത്ത് വെക്കേണ്ട എന്ത് മാത്രമാണ്, പിന്നെ ന്യൂട്ടനിലല്ല, ലോഡ് ന്യൂട്ടനിലല്ല എങ്കിൽ ഉറപ്പായി ന്യൂട്ടനിലേക്ക് മാറ്റണം. അതിന് ഗ്രാവിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇനി ഒരു കാര്യം കൂടി അവിടെ പഠിക്കേണ്ടതുണ്ട്. നമുക്ക് ചിലപ്പോൾ വർക്ക് രണ്ടും ഈക്വൽ ചോദിക്കാറുണ്ട്. വർക്കിന്റെ ഇക്വേഷൻ പഠിച്ചൊക്കെ വർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എന്ന് മനസ്സിലാക്കി വെക്കുക. സോ ഇത്രയും കാര്യങ്ങൾ പഠിക്കാനുള്ളൂ നമ്മുടെ ഈ വർഷത്തെ 10th. സോ എല്ലാ ഇക്വേഷനും കൃത്യമായി പഠിക്കുക, എഴുതിയെടുക്കുക, മനസ്സിലാക്കി വെക്കുക, ഓരോ ഇക്വേഷൻ വെച്ച് പ്രോബ്ലം ചെയ്യുക. ഓക്കെ, സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എഫക്റ്റീവ് ആയി തോന്നുന്നുവെങ്കിൽ മസ്റ്റ് ആയി ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ക്ലിയർ ആണല്ലോ? ഉഷാറായിട്ട് പഠിക്കണം. സോ ഞാൻ നിങ്ങളുടെ സ്വന്തം മനു സാറാണ്. വീണ്ടും കാണാം മക്കളെ. ബൈ.